കുട്ടികൾക്ക് വേണ്ട, അവർക്ക് 5 രൂപയുടെ മതി. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഡ്രഗ്സ് ചേർക്കുന്നില്ല, അവർ വീണ്ടും വീണ്ടും തിന്നാൻ ആസക്തി ഉണ്ടാകാൻ അതിനകത്ത് ഡ്രഗ്സ് ചേർക്കുന്നു, മയക്കുമരുന്ന് വീഴുന്നു. അതാണ് അപകടം. ഇതല്ല അപകടം മൊത്തവും കൊച്ചു കുഞ്ഞിന് ഐസ്ക്രീം കൊടുക്കുമ്പോൾ അവന് ലഹരിയാണ് കൊടുക്കുന്നതെന്ന് അവരെല്ലാവരും മനസ്സിലാക്കി വെച്ചോളൂ. ലഹരിയാണ് അവിടെ വീഴുന്നത്. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും തിന്നാൻ ആസക്തി ഉണ്ടാകുന്ന ഏതെല്ലാം സാധനം മാർക്കറ്റിലുണ്ടോ അതിന്റെ എല്ലാം പുറകില് ഡ്രഗ്സ്, മയക്കുമരുന്നുകളും അജിനോമോട്ടോയും ഒളിഞ്ഞു കിടപ്പുണ്ട്. ടേസ്റ്റ് മേക്കേഴ്സ്. മാഗിക്കകത്ത് അകത്തൊരു സാധനം ഇരിപ്പുണ്ട്, അതില്ലെങ്കിൽ ഒരുത്തരും മാഗി തിന്നുമോ? തിന്നില്ല. അത് നിങ്ങൾ ആ പല്ല്, എല്ല്, മുടി, സ്കിന്ന്, കണ്ണ് ഇത്രയും ദ്രവിപ്പിച്ച് തരാൻ കഴിവുള്ളതാണ് അജിനോമോട്ടോ, മോണോ സോഡിയം ഗ്ലൂക്കോമേറ്റ്, MSG. എന്താ? നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ദയവ് ചെയ്ത് ഈ ഓരോന്നിനെ പറ്റി പഠിക്കാനായിട്ട് ഒന്നുമില്ലെങ്കിൽ വെറുതെ കിടന്ന് സമയം കളയാതെ ആ നെറ്റിലൊന്ന് പോകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള വേർഡുകൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല കുറെ കാര്യങ്ങൾ പഠിക്കാം. അപ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇനി ഐസ്ക്രീം കാണുമ്പോൾ എന്ത് ഓർമ്മ വരണം? പോറ്റിയല്ല, ഈ പിച്ചക്കാരനും UP-കാരനും പോയി കക്കൂസിലിരിക്കുന്നത്, അത് ഓർമ്മ വരണം. അതാണ് തിന്നുന്നതെന്ന്. അപ്പൊ ശരിയാവും. അപ്പൊ നമ്മുടെ വായി വെള്ളം വരൂല. അതാണ് എന്റെ ശരി. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ വരുമ്പോ നമ്മൾ പിന്നെ അതേ ഓർക്കൂല. മറ്റേത് ഈ ഐസ്ക്രീം കാണുമ്പോൾ വായി വെള്ളം വരും. അത് വെള്ളം വരാതിരിക്കാൻ ഈ ഒരു വഴി കണ്ടുപിടിച്ചാൽ മതി. പോരെ? സിമ്പിൾ മെത്തേഡ്. അത് കഴിഞ്ഞ് നിങ്ങള് അല്ല ഐസ്ക്രീം പറഞ്ഞപ്പോ ഇതാ ഈ പാക്കറ്റ് അറിയാമല്ലോ, അറിയോ? ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, അൾജിനേറ്റ് ഐസ്ക്രീം സ്റ്റെബിലൈസർ എന്നാണ്. അൾജിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം അൾജിനേറ്റ്. എന്താ അൾജിനേറ്റ് എന്ന് പറഞ്ഞാല് ഇവരിനകത്ത് ആ സോഡിയം കട്ട് ചെയ്ത് കളഞ്ഞു. സോഡിയം അൾജിനേറ്റ് ആണിത്. ഈ സോഡിയം അൾജിനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പിന്റെ വകഭേദത്തിലുള്ള ഒരു സ്റ്റെബിലൈസറാണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ പത താഴെ വരത്തില്ല, പൊങ്ങി തന്നെ നിൽക്കും. അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ കവറിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ യൂസ് ഓൺലി. കണ്ട, അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. നിങ്ങളുടെ മക്കൾക്കെല്ലാം നിങ്ങൾ എല്ലാവരും കൂടെ കൊഴിച്ച് കഴിപ്പിക്കുന്ന സാധനം കണ്ട അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയ രംഗം കണ്ട. ഇതിനകത്ത് ക്ലിയർ എഴുതിയിട്ടുണ്ട്, ഇത് ഒള്ളി ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയുള്ളതാണെന്ന്. എല്ലാ പാക്കറ്റിലും എല്ലാ ബോട്ടിലും നിയമപരമായിട്ട് രക്ഷപ്പെടാൻ അവൻ കളിച്ച കളി. ഇതിനൊക്കെ ആരാണ് പെർമിഷൻ കൊടുത്തത്? നമ്മളെയൊക്കെ മനഃപൂർവ്വം പറ്റിക്കാൻ, ചതിക്കാൻ ഈ പരിപാടി ആര് പെർമിഷൻ കൊടുക്കുന്നു? ആരോട് ചോദിക്കും നമ്മള്? കാരണം ഇവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ വോട്ട് കൊടുത്തത്. ഇവരുടെ ആളുകളാണ് ഇലക്ഷന് നിൽക്കുന്നത്. അവരിവിടെ നമ്മളെ കൊണ്ട് വിറ്റ് അവർ കൊണ്ടുവന്ന് കാശാക്കി. ഇതാണ് നടന്നത്. ഇത് നമ്മൾ എപ്പോൾ പഠിക്കുന്നു, എപ്പോൾ ഈ വിവരം വരുന്നു, അപ്പം ശരിയാവും. അടുത്തത് ഇതാണ് മാർക്കറ്റിൽ കിട്ടും. GMS. എന്താണ് GMS? ഗ്ലിസറിൻ മോണോസിട്രേറ്റ്. GMS നെറ്റി പോയി തപ്പാം. ഇത് മൃഗക്കൊഴുപ്പ്, മൃഗത്തിന്റെ കൊഴുപ്പ് 10 രൂപയ്ക്ക് കിട്ടും കിലോ. അതാണ് ഐസ്ക്രീമിന്റെ വേറൊരു രൂപം. മനസ്സിലായോ? ഇനി നിങ്ങൾ ഇതെല്ലാത്തിനകത്തും തമാശ. ഈ ഐസ്ക്രീമില് പാല് കുറുക്കാൻ വേണ്ടിയിട്ട് പാല് തിളപ്പിക്കുകയല്ല ചെയ്യുന്നത്. ചൂടാക്കുമ്പോ 100 ലിറ്റർ പാലിനകത്ത് ഈ പശയിടും, ഐസ്ക്രീം ഗം. അപ്പോൾ പാല് തിളപ്പിച്ച് പറ്റിക്കണ്ട, പെട്ടെന്ന് കുറുവി കിട്ടും, ഒറ്റ മിനിറ്റ് കൊണ്ട്. പശ. ഇത് കസ്റ്റർഡ് പൗഡർ എന്തോന്ന് അവർക്ക് പോലും അറിയില്ല. ഇത് കണ്ടേ, ജെല്ലി കണ്ടില്ല നേരത്തെ? കണ്ടോ? ഈ ജെല്ലിയില് അവരിവിടെ എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ഫോട്ടോയിൽ കാണുന്ന സാധനം ഇതിനകത്തില്ലെന്ന്. അത് കഴിഞ്ഞ് ഇതാണ് പെപ്പറോണൽ. ഐസ്ക്രീമിനകത്ത് വാനിലയുടെ മണം തരുന്ന സാധനം. പെപ്പറോണൽ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെയൊക്കെ തലയിൽ പേനുണ്ടാകുമ്പോൾ
പേനയെ കൊല്ലാൻ മെഡിക്കെയറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കലാണ് പെപ്പറോണൽ. അതാണ് വാനിലയുടെ മണം തരുന്നത്. അത് ഇച്ചിരി ഐസ്ക്രീം എടുത്ത് നല്ലോണം ഈ പൊടി എടുത്ത് തലയിൽ തേച്ചാൽ എല്ലാ പേരും മനസ്സിലായ? സയൻസ് ശരിയാണെങ്കിൽ, ഇത് ഞാൻ പറയണല്ല, ഇത് സയൻസ് ശരിയാണെങ്കിലേ പറഞ്ഞോളൂ. എന്തോ എന്താ ഇത് കണ്ടോളൂ. ഇതില്ലാത്തവരുടെ വീടില്ലല്ലോ. ഉണ്ടോ? ഉണ്ട്, അപൂർവ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഇതിന്റെ പുറയിലൊന്ന് വായിച്ചിട്ടുണ്ടോ? ഷുഗർ, അസിഡിറ്റി റെഗുലേറ്റർ, എഡിബിൾ സാൾട്ട്, മിനറൽ, വിറ്റമിൻസ്, സ്റ്റെബിലൈസർ, ഫെറസ് സിട്രേറ്റ്. Contains permitted synthetic food color and added natural flavor. Non-fruit product. അണ്ടാ, യാതൊരു വിധമായ ഫ്രൂട്ട്സും ഇതിനകത്തില്ല. ഇത് ഉപ്പിനകത്ത് പെയിന്റും കളറുമാണെന്ന് മണവുമാണെന്ന് അത് ക്ലിയർ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇത് വായിച്ചു. അത് ഇതേത് കളറാ? ഇതേതാ? ലെമൺ. ഇങ്ങനെ ലെമൺ പറഞ്ഞു. ഇതാണ് അതിന്റെ കണക്ക്. ഇനി ഇതൊന്ന് വായിച്ച് അതേ സാധനം അടുത്ത പാക്കറ്റ് വായിച്ച്. അസിഡിറ്റി റെഗുലേറ്റർ, മിനറൽ, സ്റ്റെബിലൈസർ, vitamins, ferrous citrate, edible salt, contains permitted synthetic food colors and added natural flavor. Non-fruit product, contain orange flavor. എല്ലാം ഒരു സാധനമാണ്. ഏത് വേണേലും മേടിച്ചോ. എല്ലാത്തിൻ്റെയും ഒരൊറ്റ സാധനം. ഇനി ഒന്നുകൂടെ വായിക്കാനുണ്ട്. അതാണ് വെച്ചേ. Stabilizers, emulsifiers, dextrose monothioate, permitted class second. ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേട്ടോളൂ. ക്ലാസ് 2 പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് നോൺ ഫുഡ് പ്രൊഡക്റ്റ് ആണ്, മൊത്തം ആസിഡാണ്. 5 കൊല്ലത്തിൽ മേളിയായി 4 കൊല്ലത്തിന്റെ മുമ്പിലുള്ള എന്റെ CD ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ പേടിച്ചു നോക്കിയാൽ മനസ്സിലാവും. 5 കൊല്ലത്തിന് മേളിലായി ഈ അച്ചാറും കൊണ്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ കേടായിട്ടില്ല. വല്ലതും മനസ്സിലായി? അതിന്റെ കവറൊക്കെ പോയതാ. എന്റെ പഴയ CD എടുക്കുക, ഒരു 4 കൊല്ലത്തിന് മുമ്പിട്ടുള്ള CD ഉണ്ട്. അതിനകത്ത് ഞാൻ കൊണ്ടു നടക്കുന്ന സാധനം തന്നെയായത്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്, KMS, അല്ലെങ്കിൽ സോഡിയം ബെൻസോയിറ്റ്, ബെൻസോയിക് ആസിഡ്, അമോണിയം സൾഫേറ്റ്, ഇങ്ങനെ യൂറിയ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് സാധാരണയായിട്ട് പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ക്ലാസ് 2 പ്രിസർവേറ്റീവ്. ക്ലാസ് 1 പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര, വിനാഗിരി, ഉപ്പ്, ഇതൊക്കെയാണ് ക്ലാസ് 1 പ്രിസർവേറ്റീവ്. മനസ്സിലായോ? ഇത് തന്നെയാണ് നിങ്ങൾ ആസിഡ് നമ്മുടെ കഷായത്തിനകത്തും അരിഷ്ടത്തിനകത്തും ആസവത്തിനകത്തും ലേഹ്യത്തിനകത്തും ഇട്ട് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും കടയിൽ നിന്ന് മേടിച്ചിട്ട് ഏത് വലിയ കമ്പനിക്കാരനായാലും ശരി ആ കമ്പനിയുടെ കഷായങ്ങളോ ലേഹ്യങ്ങളോ അരിഷ്ടങ്ങളോ വാങ്ങിച്ച് കഴിക്കരുത്. അതിന്റെ എല്ലാം ബാക്കിൽ ഈ പ്രിസർവേറ്റീവാണ് കിടക്കുന്നത്. ഈ പ്രിസർവേറ്റീവ് രാവിലെ ഒരു ജീരകവെള്ളം ഉണ്ടാക്കിയാൽ പിറ്റേന്ന് നേരം വെളുക്കണ്ട, അതിനു വേണ്ടി വളിച്ചു പോവും. ആ സാധനം 10 കൊല്ലം കഴിഞ്ഞാലും വളിക്കാതെ എന്തുകൊണ്ടാണ് കടയിൽ ഇരിക്കുന്നതെന്ന് ചോദിക്കുക. കഷായങ്ങളെല്ലാം രാവിലെ ഇട്ടാൽ പിറ്റേന്ന് രാവിലെ വളിക്കണം. ഇത് ഒരെണ്ണം വളിക്കൂല. അപ്പൊ മനസ്സിലായോ? അരിഷ്ടങ്ങളും ആസവങ്ങളും കഷായങ്ങളും ലേഹ്യങ്ങളും ഇതൊന്നും ദയവ് ചെയ്ത് കടയിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. അപ്പോ അത് കേടാവൂല. അത് കേടാവാതിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അത് ആന്റിബയോട്ടിക്കിന്റെ പണിയാണ് നടത്തിയിരിക്കുന്നത്. അത് ആന്റിബയോട്ടിക്കാണ്. അത് കുട്ടികൾ കഴിച്ചാലോ നമ്മൾ കഴിച്ചാലോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതായ ദഹനപ്രക്രിയ സഹായിക്കുന്ന ബാക്ടീരിയയും വൈറസിനെയും ഫംഗസിനെയും അത് കൊന്നുകളയും. അതുകൊണ്ടാണ് ആന്റിബയോട്ടിക് ഗുളിക കൊടുക്കുമ്പോൾ വിറ്റാമിൻ ഗുളികയും കൂടെ കൂട്ട കൊടുക്കുന്നത്. അതിനെയും കാട്ടിയും ദയനീയകരമാണ് ഈ അരിഷ്ടാസങ്ങൾ കഴിക്കുമ്പോൾ ആരും വിറ്റാമിൻ ഗുളിക തരാറില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് പേടിക്കരുത്. പിന്നെ രണ്ടാമത്, ഇന്നത്തെ ആയുർവേദം മൊത്തവും കച്ചവടമാണ്. ഞാൻ എണ്ണ പറയുന്നതിന് മുമ്പിട്ട് അതുകൂടെ പറഞ്ഞോട്ടെ. അതിൽ നമുക്ക് ആയുർവേദം കച്ചവടം എന്ന് പറയാനോടൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കണേ. എണ്ണ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം.
ആയുർവേദത്തിനകത്ത് അല്ല, ഏത് എണ്ണകളോ എടുത്തോളൂ. വീട്ടിൽ തേങ്ങ വെളിച്ചെണ്ണ ആട്ടി തന്നെ എടുത്തേ വഴിയുള്ളൂ. വേറെ ഒരു വഴി നമ്മുടെ കയ്യിലില്ല. കാരണം മാർക്കറ്റ് വെളിച്ചെണ്ണയില്ല. വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം മാർക്കറ്റിലില്ല. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വെളിച്ചെണ്ണകളും ലിക്വിഡ് പാരഫിൻ, മിനറൽ ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നം. എപ്പോഴും ശ്രദ്ധിച്ചു നോക്കുക, പെട്രോളിനും ക്രൂഡ് ഓയിലിനും വില കൂടുമ്പോഴാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് വെളിച്ചെണ്ണയ്ക്കും നല്ലെണ്ണയ്ക്കും എല്ലാത്തിനും വില കൂടുന്നത്? പെട്രോളിന് വില കൂടുമ്പോഴാണ്. ഈ പെട്രോൾ ഇതുമായിട്ടാണ് ബന്ധം. അത് എല്ലാ കുപ്പിയിലും എഴുതിയിട്ടുമുണ്ട്. നമ്മൾ പണ്ട് വെളിച്ചെണ്ണ ആട്ടി എടുത്തിട്ട് നമ്മൾ വടയോ സമോസയോ നെയ്യപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 2-3 ദിവസം, 2 ദിവസം കഴിയുമ്പോൾ മുറിക്കുമ്പോൾ ഒരു നൂല് വരുമായിരുന്നു. ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഇപ്പൊ നൂലെന്തി? എന്തേ സാധനം? അല്ല, അതിനകത്ത് ബേസ് സാധനം. നിങ്ങൾ പാമോയിലില്ലേ? പാമോയില് കൊച്ചിൻ ഷിപ്പ് യാർഡിൽ 80,000 ടൺ പാമോയിൽ വന്ന് മറിഞ്ഞായിരുന്നു. എല്ലാവരും പറഞ്ഞു, അനാലിറ്റിക്കൽ ലാബുകാർ പോയി പറഞ്ഞു, ഇത് പെട്രോളിന് വേണ്ട പരിപാടിയാണ്, ഇത് ഇവിടെ ഇറക്കാൻ പറ്റത്തില്ല, തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എല്ലാ രാഷ്ട്രീയക്കാരും കൊണ്ടുപോയി കൊടി പിടിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ ഇല്ലയോ? 3 ദിവസം കഴിഞ്ഞപ്പോൾ അതേ അനാലിറ്റിക്കൽ ലാബുകാർ പറഞ്ഞു, ഇപ്പൊ കുഴപ്പമില്ല, കഴിച്ചോളാം. കുപ്പി ഇവിടെ എല്ലാം ഇറക്കി വെച്ച് പോയി. ഇടയ്ക്ക് എന്താ നടന്നതെന്ന് ഏകദേശം ഊഹിക്കാൻ പറ്റുന്ന ആൾക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നത്? അതല്ലയോ? ഇടയ്ക്ക് എന്താ നടന്നതെന്ന് അതിവിടെ ഇറക്കിക്കൊണ്ടുപോയി നമ്മളിപ്പോഴും തിന്നുന്നു, കുടിക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നത്തിനകത്ത്, പെട്രോളിനകത്ത് വളർത്തുന്നതായ ഒരു പാമോയിലുകളോ ഒരെണ്ണകളോ അതിനകത്തൊരു ബാക്ടീരിയോ വൈറസോ കയറിയല്ല. മനസ്സിലായോ? പെട്രോളിയം പ്രൊഡക്റ്റിനകത്തായി വറുത്ത് തിന്നുന്നത് ഒരിക്കലും നടക്കിയല്ല. അതുകൊണ്ടാണ് കേടാവാത്തത്. എത്ര പണ്ട് നമ്മളൊരു ചിപ്സ് വറുത്താൽ ഒരാഴ്ച ഇരിക്കുമായിരുന്നു. ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞാലും കേടാവുന്നില്ല. എന്തേന്ന് ചോദിക്കുക. ഇവിടെ നിങ്ങൾ അലോപ്പതിയും ഹോമിയോയും ആയുർവേദവും എല്ലാം കിടന്ന് ബഹളം മാറി മാറി ചികിത്സിക്കുക. ഈ അകത്തോട്ട് പോകുന്ന ആഹാരത്തെ പറ്റി ആർക്കും ഒരു ചിന്തയില്ല. അകത്ത് എന്തോട്ടാ വിടുന്നതെന്ന് ഇവിടെ നോക്കണം. മെനിഞ്ഞാന്ന് ഞാൻ കോഴിക്കോട് ക്ലാസ് എടുത്ത വഴിക്ക് ഒരാളൊരു പേഷ്യൻ്റ് എന്നെ കാണാൻ വന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു, വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവരുടെ വീട്ടിൽ 2 കുട്ടികളുണ്ട്. എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാതെ പോകാൻ പറ്റുമോ? അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് മേടിച്ചു വന്ന ചിപ്സ് ഞാൻ ആ കൊച്ചിനെ മോളെ കഴിക്കല്ലേ, എൻ്റെ കയ്യിലോട്ട് തരാം. ഈ കുട്ടിക്ക് ഇങ്ങനെ ഒന്ന് കത്തിച്ച് കാണിച്ചു പോകും. ആരെങ്കിലും ലൈറ്റർ ഉണ്ടോ? ലൈറ്റർ ഉണ്ടോ? ആരെങ്കിലും കയ്യിലുണ്ടോ? ഇതിനകത്തുനിന്ന് ആ ദിവസം ഞങ്ങൾ നല്ല ഇതെല്ലാം പിന്നെ ബാക്കിയുള്ള ചീത്തയാണ്. നല്ലതിനകത്തെല്ലാം 19 വരെ ഞങ്ങൾക്ക് ആർക്കെല്ലാം ഉണ്ടോ? ഈ ആളും ഇല്ല. ആണ് ഉരുകാൻ തുടങ്ങിയണ്ട, ഓയിൽ വരാൻ തുടങ്ങിയണ്ട. ആരെങ്കിലും കണ്ടോ? പറ്റുന്നില്ല. പോട്ടെ, ഇത് നിങ്ങൾ കത്തിച്ച് നോക്കാം. വീട്ടിൽ കൊണ്ടിട്ട് എനിക്ക് 19 തുള്ളി വരെയാണ് ഒരൊറ്റ പീസിനകത്ത് കിട്ടുന്നത്. ഈ എണ്ണ പെട്രോളിയം ജെല്ലിയ, അതിനകത്താ വറക്കുന്നത്. ഇത് ഒരിക്കലും കേടാവില്ല. എല്ലാ ചിപ്സുകളും മിക്സറുകളും കേടാവാതിരിക്കാൻ വറക്കുന്നത് പെട്രോളിയം ജെല്ലിയും ലിക്വിഡ് പാരഫിനും. ലിക്വിഡ് പാരഫിൻ എന്ന് പറഞ്ഞാൽ അറിയോ? മിനറൽ ഓയിൽ എന്ന് പറഞ്ഞാൽ അറിയോ? മിനറൽ ഓയിൽ എന്ന് പറഞ്ഞാൽ മണമില്ലാത്ത മണ്ണെണ്ണ. താണ്ടിത് അതേ ജോൺസന്റെ ബേബി ഓയിൽ. ഇതിനകത്ത് ക്ലിയർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ 7ാമത്തെ വരിയിൽ മുന്നേ വന്ന് ഈ 7ാമത്തെ വരി ഒന്ന് വായിച്ച്. ഇൻഗ്രീഡിയൻസ് മിനറൽ ഓയിൽ. മതി. ഇനി അടുത്തത് മിനറൽ ഓയിൽ എന്ന് പറഞ്ഞാൽ മണമില്ലാത്ത മണ്ണ്. ഈ വാണിംഗ് ഒന്ന് വായിച്ച്. ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി,
Keep out of reach of children to avoid accidental drinking and inhale.